വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. 3 നോമ്പിലെ 3-ാം ദിവസമായ ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കുവാനും സാധിക്കുകയില്ല എന്നതാണ്. യഹൂദരുടെ വീക്ഷണമനുസരിച്ച് ദുരന്തങ്ങൾ പാപത്തിന് ലഭിക്കുന്ന ശിക്ഷയാണ്. ദൈവം നമുക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുവാനാണ്. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാണ്. എത്രയോ വർഷങ്ങളായി നാം കൂദാശ ജീവിതം നയിക്കുന്നവരാണ്. നമുക്ക് യഥാർത്ഥ ഫലം സ്വീകരിക്കുവാനും കൊടുക്കുവാനും സാധിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം. നമ്മുടെ കഴിവുകൾ, സമ്പത്ത്, അറിവുകൾ ഒക്കെ നാം പങ്കുവയ്ക്കുന്നുണ്ടോ? ഇതിനുള്ള പ്രത്യേകമായ അനുഗ്രഹം ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹം സർവേശ്വരൻ നമുക്ക് ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.